26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞു വന്ന സ്വർണ്ണവില ഇന്ന് വീണ്ടും ഉയർന്നു. അമേരിക്കൻ ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞതാണ് വിലമാറ്റത്തിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വില കുറഞ്ഞു നിന്നത് 1 ലക്ഷത്തിന് താഴേക്ക് സ്വർണ്ണവില എത്തിയേക്കുമെന്ന പ്രതീക്ഷ ആഭരണ പ്രേമികൾക്ക് നൽകിയിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഇന്ന് കുതിച്ചിട്ടുണ്ട്. US പണപ്പെരുപ്പ കണക്കുകളാണ് സ്വർണത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുന്ന ട്രെൻഡ് ദൃശ്യമായതിനു പിന്നാലെയാണ് ഇന്ന് വില വീണ്ടും ഉയർന്നത്. അമേരിക്കൻ ഡോളറിന്റെ മൂല്യം അല്പം ഇടിഞ്ഞതാണ് ഈ വിലമാറ്റത്തിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. അതോടൊപ്പം രൂപയുടെ മൂല്യം നേരിയ തോതിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ആഗോള വിപണിയിൽ സ്വർണ്ണ ഔൺസിന് $4031 പുതിയ വില. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും ഉടലെടുത്ത സാഹചര്യത്തിൽ വിപണിയിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. വിവാഹ സീസൺ അടുത്തെത്തിയ സാഹചര്യത്തിൽ സ്വർണ്ണവില കുറഞ്ഞു നിന്നത് സാധാരണക്കാർക്ക് ആശ്വാസമായിരുന്നു. ഇതോടെ വരും ദിവസങ്ങളിൽ വില ഇനിയും കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇന്നത്തെ നിരക്ക് തിരിച്ചടിയാവുകയാണ്. നാളെയും വില കൂടുമോ കുറയുമോ എന്നത് പ്രവചനാതീതമാണ്. US ഫെഡറൽ റിസർവ് ചെയർമാനായ കെവിൻ വാർഷ് ഈ ആഴ്ച US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിനാൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം സ്വർണ്ണവിലയിൽ നിർണായകമാണ്. US പണപ്പെരുപ്പ കണക്കും പ്രധാനമാണ്. പലിശ നിരക്ക് കൂടുമെന്ന സൂചന കെവിൻ നൽകുകയും പണപ്പെരുപ്പം കൂടുകയും ചെയ്താൽ ഡോളർ കുതിക്കുകയും സ്വർണ്ണവില കുറയുകയും ചെയ്യും. എന്നാൽ പലിശ നിരക്ക് കൂട്ടിയില്ലെങ്കിൽ ഇതിന് വിപരീതമായിരിക്കും സംഭവിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വില കുറഞ്ഞതോടെ സ്വർണം 1 ലക്ഷത്തിന് താഴേക്ക് വരുമെന്ന വിശ്വാസം ആഭരണ പ്രേമികളിലുണ്ടായിരുന്നു. എന്നാൽ US ഫെഡ് പലിശ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞതോടെ ഉടനൊന്നും വലിയൊരിടിവ് സ്വർണത്തിനുണ്ടാകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അപ്പോഴും വലിയ കുതിപ്പിനുള്ള സാധ്യതയില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം സമാധാന അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നതുവരെ സ്വർണ്ണവില ഇതേ നിലയിൽ തന്നെ തുടരാനാണ് സാധ്യത. 2025 അവസാനത്തോടെയാണ് സ്വർണ്ണവിലയിൽ വലിയ വർധനവുണ്ടായത്. 2024 മാർച്ച് 29 വരെ പവൻ വില 50,000 രൂപയ്ക്കും താഴെയായിരുന്നു. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ചരിത്രത്തിൽ ആദ്യമായി 1 ലക്ഷം കടന്നത്. 1,16,000 രൂപ നിരക്കിലായിരുന്നു ഒരു പവൻ സ്വർണ്ണാഭരണത്തിന്റെ വ്യാപാരം. എന്നാൽ അവിടെ നിന്നും ജനുവരി 9-ന് പവൻ വില 1,31,160 രൂപ എന്ന സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.